ഹൈന്ദവ ദേവാലയങ്ങളെ സംരക്ഷിക്കേണ്ടത് ഹിന്ദുക്കൾ തന്നെ ആകണമെന്നും അത്തരം നിയമനിർമ്മാണം ഉണ്ടാകണമെന്നും അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി. ശബരിമല വിഷയം രാഷ്ട്രീയ പകപോക്കലാക്കരുത്, തെറ്റു ചെയ്തവർ ആര് തന്നെയായാലും ശിക്ഷിക്കപ്പെടണമെന്നും സ്വാമി ജനം ടിവിയോട് പറഞ്ഞു. സർക്കാർ അധീനതയിലുള്ള പല ക്ഷേത്രങ്ങളിലും നിരവധി കൊള്ളകൾ നടക്കുന്നുണ്ട്. അതിനെതിരായി അവബോധം വളരണം. ക്രിസ്ത്യൻ മുസ്ലിം ദേവാലയങ്ങളിൽ പിന്തുടരുന്ന അതേ രീതിയാവണം ഹൈന്ദവ ദേവാലയങ്ങളിലും വേണ്ടത്. ഹിന്ദു ദേവാലയങ്ങൾ നടത്തേണ്ടത് ഹൈന്ദവ തന്നെയാകണമെന്നും ആ സ്ഥിതിയിലേക്ക് നിയമനിർമ്മാണം നടത്തണമെന്നും സ്വാമി പറഞ്ഞു. ഹിന്ദു ആരാധനാലയങ്ങൾ പലയിടങ്ങളിൽ പലപ്പോഴായി തകർക്കപ്പെട്ടപ്പോഴും ക്ഷയിച്ചപ്പോഴും അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന സമീപനമാണ് ഇപ്പോൾ കാണുന്നത്. സോമനാഥ ക്ഷേത്രം അതിന് ഒരു ഉദാഹരണം മാത്രമാണെന്നും സ്വാമി പറഞ്ഞു. കേരളത്തിൽ നമുക്കറിയാം, ജീർണിച്ച് ക്ഷയിച്ചു കിടന്ന എല്ലാ സങ്കേതങ്ങളും പുനരുദ്ധരിക്കപ്പെട്ടു, നവീകരിക്കപ്പെട്ടു. അവിടെയൊക്കെ യുവതലമുറ തന്നെയാണ് ഉത്സാഹിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും സർക്കാർ അധീനതയിലുള്ള, ദേവസ്വം ബോർഡ് അധീനതയിലുള്ള ക്ഷേത്രങ്ങളിൽ ഒരുപാട് കൊള്ളകളും മറ്റും നടക്കുന്നുണ്ട്. അതിനെതിരായുള്ള അവബോധം വളരുകയും ക്രിസ്ത്യൻ ആരാധനാലയം നടത്തുന്നത് പോലെ, മുസ്ലിം ആരാധനാലയം നടത്തുന്നത് പോലെ ഹിന്ദു ദേവാലയങ്ങൾ നടത്തേണ്ടത് തീർച്ചയായിട്ടും ഹിന്ദുക്കളാണ് എന്നൊരു സാമാജിക സ്ഥിതിയിലേക്ക് നമ്മൾ മൊത്തം ഉയരുകയും അതിനനുസരിച്ച നിയമനിർമ്മാണം നടക്കുകയും വേണം. ശബരിമല വിഷയത്തിൽ ആര് തെറ്റ് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടണം. രാഷ്ട്രീയ പകപോക്കലിലൂടെ ആരും ബലിയാടാകരുതെന്നും സ്വാമി കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയപരമായ ഇടപെടലുകളിലൂടെ, പകപോക്കലുകളിലൂടെ ഒരിക്കലും ആരും ബലിയാടാക്കപ്പെടരുത്. അതുപോലെ അന്വേഷണത്തിൻ്റെ രീതിയിൽ 1 സുതാര്യതയും 2 എല്ലാവർക്കും തുല്യ നീതി എന്നുള്ള സാമാന്യ നയവും വേണം. അതിവിടെ കാണാതാകുന്നു. ഹൈക്കോടതി പോലും അതൃപ്തി രേഖപ്പെടുത്തത്തക്ക രീതിയിൽ ഉള്ള വികലമായ ചില സമീപന രീതികൾ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നോ അഥവാ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ഉറ്റുനോക്കേണ്ടത്. ശരിയായ അറിവ്, ശാസ്ത്രീയമായ അവബോധം നൽകുകയാണ് ധർമ്മപ്രഭാഷണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള വിഭവങ്ങളെ വേണ്ട പോലെ ഉപയോഗിച്ച് ഉയരുവാനുള്ള കരുത്ത് നമ്മിൽ ഉണ്ടാവണം. അതിനുള്ള ആത്മവിശ്വാസവും വീര്യവും നമ്മിലുണ്ട്. അത് തിരിച്ചറിയണമെന്നും സ്വാമി കൂട്ടിച്ചേർത്തു. ജനം, കോഴിക്കോട്.